ആയിട്ട് ഒരു സെന്റൻസിൽ പറയാം. IPR മീൻസ് ഇപ്പോൾ ഞാൻ ബെസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് സ്വന്തമായിട്ട് വീടുണ്ട്. ഈ സ്വന്തമായിട്ടുള്ള വീട് നിങ്ങളുടെ പപ്പയുടെ പേരിലായിരിക്കും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുദ്രപത്രത്തിൻ്റെ അകത്ത് നമ്മൾ ലീഗലായിട്ട് ഹാൻഡ് റിട്ടേൺ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങളുടെ പേരൻസിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാദറിൻ്റെ പേരിലാണ് എന്നുള്ള ലീഗലി നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ ദ സെയിം തിങ് ഇഫ് യു ഹാവ് എനി ഇൻ്റലക്ചർ, നിങ്ങൾക്ക് നമുക്ക് ടാഞ്ചിബിൾ ആയിട്ട് കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ എടുക്കാൻ പറ്റാത്ത ഒരു ഐഡിയാസ് ഇതേപോലെ രജിസ്റ്റർ ചെയ്യുന്നതിനാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, അല്ലെങ്കിൽ ആ റൈറ്റിനാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത്. ഐ തിങ്ക് യു ക്യാൻ get it from the sentence. The intellectual property is a term referring to the creation of an intellect for which a monopoly is assigned to designated owner by a law. ഒരു ഓണർ, ഇപ്പം നിങ്ങൾക്ക് ഒരു ഇന്റലക്ച്വൽ ആയിട്ട് ഒരു ഐഡിയ എന്താണെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുടെ അത് നമുക്ക് കാണാൻ പറ്റാത്തൊരു സംഭവമായിരിക്കും. ആ കാണാൻ പറ്റാത്ത സംഭവം ബൈ ലോ വഴി നിങ്ങളുടേതാണ് എന്നുള്ളത് തീർക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടേതാണ് എന്നുള്ള രീതിയിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയാണ് we are using IPRs or intellectual property rights we are using. Okay, so my next question is why we go for an IPR? നമ്മൾ എന്തിനാ ഈ IPR എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പോകുന്നത്? Anyone please? Why we go for an IPR? എന്തിനാ നമുക്ക് ഈ IPR എന്നുള്ള IPRനകത്ത് കുറെ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒന്നാണ് പേറ്റന്റ് എന്നുള്ളത്. ഞാനത് പതുക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. Before entering to the topic, I didn't get any message. Please, anyone? You have no idea. Yeah, it's a Ben has responded. It's a brand identity. Correct, Ben. It's good. Then any other suggestions or options? Hello. Any other suggestions or options? സംഭവമായിരിക്കും. ആ കാണാൻ പറ്റാത്ത സംഭവം ബൈ ലോ വഴി നിങ്ങളുടേതാണ് എന്നുള്ളത് തീർക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടേതാണ് എന്നുള്ള രീതിയിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയാണ് we are using IPRs or intellectual property rights we are using. Okay, so my next question is why we go for an IPR? നമ്മൾ എന്തിനാ ഈ IPR എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പോകുന്നത്? Anyone please? Why we go for an IPR? എന്തിനാ നമുക്ക് ഈ IPR എന്നുള്ള IPRനകത്ത് കുറെ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒന്നാണ് പേറ്റന്റ് എന്നുള്ളത്. ഞാനത് പതുക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. ബിഫോർ എൻറ്ററിങ് ടു ദ ടോപ്പിക്, I didn't get any message. Please, anyone? You have no idea. Yeah, it's a Ben has responded. It's a brand identity. Correct, Ben. It's good. Then any other suggestions or options? Hello. Any other suggestions or options? വേറെ ആർക്കും ഉത്തരവില്ല? സോ എങ്കിൽ ഞാനൊരു കഥ പറഞ്ഞുതരാം. ഓക്കെ, ഐ തിങ്ക് നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ടുള്ള സംഭവമാണ് അല്ലേ? വാട്ട് ഈസ് ദിസ്? അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യ് പ്ലീസ്. വാട്ട് ഈസ് ദിസ്? ഹലോ ഹലോ. ഇതെന്താ ഇത്? നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഇറ്റ്സ് എ സ്റ്റംപ്, റൈറ്റ്? ക്രിക്കറ്റ് സ്റ്റംപാണ്. ഓക്കെ, ഗുഡ്. ദെൻ നിങ്ങൾ എല്ലാവരും ഇത് കണ്ടിട്ടുള്ളതാണ്. ഈ ഒരു സാധനം നമ്മൾ ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള എല്ലാവരും ഈ ഒരു സംഭവം എന്താണെന്നുള്ളത് കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു
transaction ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നു? I think it was invented in 2012. Okay, what is that? It's an LED stump, right? നിങ്ങൾക്ക് ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദിസ് LED stump എന്നുള്ളത്? എനിവൺ? It's an LED stump. What would be the price of this particular stump? നിങ്ങൾ ഈ സ്റ്റമ്പ് കണ്ടിട്ടുണ്ട്. ഇത് നമുക്കൊരു 300-400 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്റ്റമ്പ് നമുക്ക് പുറത്ത് അവൈലബിൾ ആണ്. വാട്ട് അബൌട്ട് ദിസ് സ്റ്റമ്പ്? ഇറ്റ്സ് ആൻ LED stump. It's a 1 lakh for a bail. Okay, good. Arvind has responded. Good. Then any other comments or suggestions or your recommendation, anything about the cost? Yeah, it's 20 lakhs. I think someone Googled, right? എനിക്ക് തോന്നുന്നു ആരോ ഗൂഗിൾ ചെയ്തെന്ന് തോന്നുന്നു. I also Googled. ഞാൻ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു ഉത്തരമാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇറ്റ്സ് ഓൾമോസ്റ്റ് 24 lakhs. എന്തായിരിക്കും ഈ ഒരു സ്റ്റമ്പിന്? ഒന്നുമില്ല. ഈ സ്റ്റമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നോർമൽ സ്റ്റമ്പാണ്. ഈ നോർമൽ സ്റ്റമ്പ് അത് അതിൻ്റെ അകത്ത് കുറച്ച് LED ലൈറ്റ്സ് മാത്രം. LED ലൈറ്റ്സിന് എത്ര രൂപ വരും? മാക്സിമം ഒരു 1000 രൂപ വന്നെന്ന് വിചാരിക്കുക. ദെൻ വിത്ത് എ സെൻസർ. ഓക്കെ, ആ സെൻസറും ഇതും കൂടി മാക്സിമം 2000 രൂപ വന്നെന്ന് വിചാരിക്കുക. ദെൻ എങ്ങനെയാണ് ഈ ഒരു സ്റ്റമ്പിന് 24 lakhs വന്നത്? ഹൗ? എനി ഐഡിയ? ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ ഇതെങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് എന്നുള്ളത് 24 lakhs വന്നതെന്നുള്ളത്? ബിക്കോസ് ഇറ്റ് വാസ് ഇൻവെന്റഡ് ബൈ ബ്രോക്കൻ എർട്ട്മാൻ. സോ ഹി ഈസ് ആൻ ഓസ്ട്രേലിയൻ ആൻഡ് ഹി ഗോട്ട് ദ പേറ്റന്റ് ഓഫ് ദിസ് പർട്ടിക്കുലർ സ്റ്റംപ്. അപ്പോൾ അടുത്ത 20 കൊല്ലത്തേക്ക് ഈ ഒരു സ്റ്റമ്പ് വിൽക്കാനുള്ള മോണോപ്പൊളി എന്നുള്ളത് ഇദ്ദേഹത്തിന് മാത്രമാണ്. സോ അദ്ദേഹം എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റമ്പ് ഓരോ കളിയിലെ സമയത്തും അദ്ദേഹം ഓരോ മാച്ചിന്, ഇപ്പൊ ICC വേൾഡ് കപ്പ് നടക്കുവാണെങ്കിൽ വേൾഡ് കപ്പ് ദെൻ അങ്ങനെ ഓരോ മത്സരത്തിനും ഇദ്ദേഹം ഈ സ്റ്റമ്പ് വിൽക്കേണ്ട വന്നു. സോ നിങ്ങൾ കഴിഞ്ഞ കുറെ ഒരു 4 കൊല്ലത്തെ ക്രിക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ LED സ്റ്റമ്പ് വെച്ചുള്ള ക്രിക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെങ്കിലും കളി ജയിച്ചു കഴിഞ്ഞ് സ്റ്റമ്പ് ഊരിക്കൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും? അതെന്തുകൊണ്ടാണെന്നറിയോ സ്റ്റമ്പ് ഊരിക്കൊണ്ട് പോകാത്തത്? ബിക്കോസ് ഇറ്റ്സ് ഓൾമോസ്റ്റ് കോസ്റ്റ് ഓഫ് 24 lakhs. ഓക്കെ, സോ അതുകൊണ്ട് ആരും ഈ സ്റ്റമ്പ് ഊരിക്കൊണ്ട് പോവില്ല. ബിക്കോസ് ആ സ്റ്റമ്പിന് അത്രയും റേറ്റ് ആണ്. അത് ഒറ്റ കാരണമുള്ളൂ, ബിക്കോസ് ഹി ഹാവ് ദ മോണോപ്പൊളി. ആ ഒരു സ്റ്റമ്പിന്റെ മോണോപ്പൊളി എന്നുള്ളത് ഇദ്ദേഹത്തിന് മാത്രമാണ് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റമ്പ് യൂസ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ പവർ ഓഫ് IPR. നമ്മൾ എന്തിനാണ് IPR എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനൊരു ഇൻസിഡന്റ് പറയുന്നത്. സോ ഈവൻ എനിക്ക് തോന്നുന്ന കഴിഞ്ഞ ഇദ്ദേഹത്തിന്റെ ഒരു പരാമർശം ഉണ്ടായിരുന്നു ഈ ഇടയ്ക്ക്. ഈ പ്രാവശ്യത്തെ ICC നമ്മളെ 2020 വേൾഡ് കപ്പിൽ ഇന്ത്യ ജയിക്കുവാണ് എങ്കിൽ ഹി വിൽ ഓഫർ ദാറ്റ് സ്റ്റംപ് ടു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്നുള്ള രീതിയിൽ ഒരു പരാമർശം ഉണ്ടായിരുന്നു, ഫ്രീ ആയിട്ട് ആസ് എ കോംപ്ലിമെന്ററി എന്നുള്ള രീതിയിൽ. മഹേന്ദ്ര സിംഗ് ധോണി അദ്ദേഹത്തിനോടുള്ള സ്പെഷ്യൽ താങ്ക്സ് എന്നുള്ള രീതിയിൽ കൊടുക്കാമെന്നുള്ള രീതിയിൽ. ബട്ട് ഇൻഫാക്ട് പോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, സോ അതാണ് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. മാക്സിമം ഈ ഒരു സ്റ്റമ്പിന് മാക്സിമം 10,000 rupees പോവുകയായിരിക്കും. ഈ ഒരു സ്റ്റമ്പ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി മാക്സിമം കോസ്റ്റ് എന്നുള്ളത് ഇറ്റ്സ് 10,000 rupees ഉള്ളൂ. പക്ഷേ ഈ ഒരു സ്റ്റമ്പ് ഉണ്ടാക്കാനുള്ള അധികാരം നെക്സ്റ്റ് 20 yearsലേക്ക് ഇദ്ദേഹത്തിന് മാത്രമാണ്. സോ അതുകൊണ്ട് ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് മാത്രമേ ഈ സ്റ്റമ്പ് വിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇദ്ദേഹം ഇതിന്റെ കോസ്റ്റ് ഇട്ടിരിക്കുന്നത് 24 lakhs ആണ് ഇൻസ്റ്റെഡ് ഓഫ് 10,000 rupees. സോ ദാറ്റ് ഈസ് എ പവർ ഓഫ് എ പേറ്റന്റ്. ഓക്കെ, സോ ഐ തിങ്ക് everyone got the idea, right? എന്താണ് what is the importance of a patent എന്നുള്ളത് I think you have got the idea. Okay, then in that IPR itself there are mainly 8 type of. First one, it's a patent. IPR-ന്റെ അടിയിൽ വരുന്നതാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ എന്നുള്ളത് വി ഹാവ് എ പേറ്റന്റ്. ദെൻ ആഫ്റ്റർ ദാറ്റ് വി ഹാവ് എ കോപ്പിറൈറ്റ്. നിങ്ങൾ കോപ്പിറൈറ്റ് എന്നുള്ള ടേം സ്ഥിരമായിട്ട് കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ദെൻ വി ഹാവ് എ ട്രേഡ് മാർക്ക്, ഇൻഡസ്ട്രിയൽ ഡിസൈൻ, geographical indication, layout of a IC, the protection of a new varieties of plants, and the last thing is a trade secret. ഇതാണ് IPR-ന്റെ കീഴിൽ വരുന്ന കുറെ സബ് ഡിവിഷൻസ്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് കാര്യം we go to the copyright. Then what you mean by copyright? എന്താ കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവ് യു നോട്ടീസ്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ 2ാമത്തെ പേജിൽ
നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ഒരു സി ഇട്ട് ഇതേപോലെ ഒരു വട്ടം. ഐ തിങ്ക് ഐ ഹാവ് മെൻഷൻ ഇൻ ദ ഹെഡിങ്. ഈ ഒരു സി ഇട്ടുള്ള ഒരു വട്ടം, ഒരു ഹോൾ അല്ലെങ്കിൽ സർക്കിൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. വാട്ട് യു മീൻ ബൈ ദാറ്റ്? അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എ കോപ്പിറൈറ്റ്? എന്താ കോപ്പിറൈറ്റിന് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡു യു ഹാവ് എനി ഐഡിയ? അല്ലെങ്കിൽ വാട്ട് യു മീൻ ബൈ കോപ്പിറൈറ്റ്? ഇഫ് യു കമ്പയർ വിത്ത് ഓൾ ദ, നമ്മൾ കുറേ ഫോംസ് പഠിച്ചു, ദെൻ അതിൻ്റെ അകത്ത് ഒരു ഫോമാണ് കോപ്പിറൈറ്റ്. ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോപ്പിറൈറ്റ് ആൻഡ് അതർ ഫോംസ്? എന്താണ് കോപ്പിറൈറ്റ്? എനി ഐഡിയ? ഐ തിങ്ക് റെസ്പോൺസ് ഒന്നും വരുന്നില്ല. യാ, എനിവൺ പ്ലീസ്. സർ, കോപ്പി അടിക്കാം. ഓക്കെ, ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. നമ്മൾ ലിറ്ററേച്ചർ ആയിട്ടുള്ള എന്തെങ്കിലും വർക്ക് അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും വർക്ക്, ആ വർക്കിനെ നമ്മുടേതാണ് എന്നുള്ള രീതിയിൽ ബൈ ലോ ചെയ്യുന്നതിനാണ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. സപ്പോസ് ഫസ്റ്റ് എക്സാമ്പിൾ ഒന്നുമില്ല, ആരാ പറയുന്നത്, നമ്മുടെ ജെ.കെ. റോളിനാണ് എഴുതിയത്. ആ ജെ.കെ. റോളിനാണ് എഴുതിയെന്നുള്ളത് വി ഹാവ് ടു രജിസ്റ്റർ. ആ രജിസ്ട്രേഷന് പറയുന്നതിനാണ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. സോ ആ ജെ.കെ. റോളിനോ അല്ലെങ്കിൽ ജെ.കെ. റോളിൻ കൊടുക്കുന്ന പബ്ലിഷറിനോ മാത്രമേ ആ ബുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. ദാറ്റ് ടൈപ്പ് ഓഫ് ലോ അല്ലെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ഫോം ഈസ് നോൺ ആസ് എ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ചിലപ്പോൾ ലിറ്ററേച്ചർ വർക്ക് ആവാം, ഈവൻ ആർട്ടിസ്റ്റിക്കൽ വർക്ക് ആവാം, ഈവൻ സയന്റിഫിക് നോട്ട് ആവാം. ഇപ്പം നമ്മുടേതായ രീതി, ഈവൻ നിങ്ങൾ എഴുതുന്ന ഒരു കവിതയാവാം, ഈവൻ ഫോട്ടോസ് ആകാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് ബൈ ലോ വഴി നമുക്ക് ഒരിക്കലും ഒരു ബുക്ക് എഴുതി കഴിഞ്ഞാൽ അത് പേറ്റന്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് പേറ്റന്റ് എന്നുള്ളത് വേറൊരു കാറ്റഗറിയാണ്. കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ഇറ്റ്സ് എ ലിറ്ററേച്ചർ വർക്ക് ആണ് എങ്കിൽ വി വിൽ ഗോ ഫോർ എ കോപ്പിറൈറ്റ്. ഓക്കെ, ദെൻ സപ്പോസ് ഞാൻ അതിന്റെ സബ് ഡിവിഷൻ പറയുന്നത് സിനിമാറ്റോഗ്രാഫി അല്ലെങ്കിൽ മ്യൂസിക്. നിങ്ങളൊരു മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളുടേതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ബൈ ലോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈവൻ നിങ്ങളൊരു സിനിമ, ഒരു ഷോർട്ട് ഫിലിം പിടിച്ചു, അത് നിങ്ങളുടേതാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ബൈ ലോ ചെയ്യാൻ വേണ്ടി വി ആർ യൂസിങ് കോപ്പിറൈറ്റ്. ഈവൻ ഇഫ് ഇറ്റ്സ് എ സൗണ്ട് റെക്കോർഡിംഗ്, ഈവൻ ഫോട്ടോഗ്രാഫി, നിങ്ങളൊരു ഫോട്ടോ എടുത്തു, അത് നിങ്ങളുടെ ഫോട്ടോയാണ് എന്ന് പറയാൻ വേണ്ടി വി ആർ യൂസിങ് or copyright. Then the last thing is we can also copyright the computer programs. ഓക്കെ, നിങ്ങൾ എത്ര പേര് MCA അങ്ങനെ പ്രോഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് എനിക്കറിയില്ല. സോ നമ്മൾ ഒരു പ്രോഗ്രാം എഴുതി, ആ പ്രോഗ്രാം നമ്മുടേതാണ് എന്ന് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി വി ആർ യൂസിങ് കോപ്പിറൈറ്റ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, അമേരിക്കയിലൊക്കെ ആണെങ്കിൽ, US-ലൊക്കെ ആണെങ്കിൽ, US-ൽ നമുക്കൊരിക്കലും കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കോപ്പിറൈറ്റ് അല്ല ചെയ്യുന്നത്, അവിടെ അത് പേറ്റന്റ് ആണ് ചെയ്യുന്നത്. ഇത് ഇന്ത്യൻ പേറ്റന്റ് ലോ അനുസരിച്ചാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് എന്നുള്ളത് കോപ്പിറൈറ്റ് വഴിയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഐ തിങ്ക് യു ഗോട്ട് ദ ഐഡിയ വാട്ട് ഈസ് എ കോപ്പിറൈറ്റ് എന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇഫ് യു ഹാവ് ദ കോപ്പിറൈറ്റ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, വി ക്യാൻ റീപ്രൊഡ്യൂസ് ദ സിസ്റ്റം, ഓർ ഇഫ് യു വാണ്ട് ടു വി ക്യാൻ ട്രാൻസ്ലേറ്റ് ദ സിസ്റ്റം. അല്ലെ, നമ്മളിപ്പോൾ ഒരു ബുക്ക് എഴുതി, അത് മലയാളത്തിലാണ് എഴുതിയത്. ഇഫ് യു വാണ്ട് ടു ട്രാൻസ്ലേറ്റ് ടു ഇംഗ്ലീഷ്, വി ഹാവ് ദ അതോറിറ്റി ടു ട്രാൻസ്ലേറ്റ് ടു ദ ഇംഗ്ലീഷ്. ഓ, നിങ്ങൾക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള അധികാരം, സപ്പോസ് നമ്മളൊരു ബുക്ക് എഴുതി, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള അധികാരം നമുക്കാണുള്ളത്. ഇപ്പൊ സാധാരണ ലിറ്ററേച്ചർ എഴുതുന്നവരാരും അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറില്ല. അവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ബുക്ക് എഴുതി അവർ ഏതെങ്കിലും പബ്ലിഷറുമായിട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യും. ഇത്ര കൊല്ലത്തേക്ക്, 5 കൊല്ലത്തേക്ക് യു ഹാവ് ദ അതോറിറ്റി. ഇപ്പൊ DC ബുക്സ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. DC ബുക്സിനായിരിക്കും ചിലപ്പോൾ നമ്മൾ അതോറിറ്റി കൊടുക്കുന്നത്. അല്ലെങ്കിൽ മനോരമ ബുക്സ് ഉണ്ട്, മാതൃഭൂമിയുടെ ബുക്സ് ഉണ്ട്. അങ്ങനെ നമ്മളൊരു ഇത് എഴുതി, ആ ഒരു സിസ്റ്റം ഈവൻ പബ്ലിക് പെർഫോമൻസ് അതുവരെ നമുക്ക് കോപ്പിറൈറ്റ് ചെയ്യാം. ഇപ്പൊ നിങ്ങളൊരു സ്റ്റേജ് ഷോയിൽ ഒരു മ്യൂസിക് നിങ്ങൾ പെർഫോം ചെയ്തു, ഇഫ് യു വാണ്ട് യു ക്യാൻ കോപ്പിറൈറ്റ് ദാറ്റ് ഓൾസോ. ഓക്കെ, സോ കോപ്പിറൈറ്റ് എന്താണെന്നുള്ളതും കോപ്പിറൈറ്റിന്റെ കീഴിൽ വരുന്ന എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് നോർമലി കോപ്പിറൈറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത്, ഇത് നമ്മുടെ അല്ലെങ്കിൽ എൻ്റെ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു സിമ്പിളാണ്. സി ഇട്ട് വി ഹാവ് ദാറ്റ് നെയിം. ഒന്നെങ്കിൽ നമ്മുടെ പേര് എഴുതാം, ചിലപ്പോൾ നമ്മളുടെ പബ്ലിഷറിന്റെ പേരായിരിക്കും എഴുതുന്നത്. ഓക്കെ, ഇറ്റ്സ് ഡിപ്പെൻഡ്സ്. അത് നമ്മൾ ആ ഒരു കോപ്പിറൈറ്റ് എങ്ങനെ യൂസ് ചെയ്തു എന്നുള്ളതാണ്. ചില സമയങ്ങളിൽ കോപ്പിറൈറ്റ് ഫോർ എ പർട്ടിക്കുലർ പീരിയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2008 to 2011 അങ്ങനെ കുറച്ച് പീരിയഡിലേക്ക് മാത്രം നമുക്ക് കോപ്പിറൈറ്റ് കൊടുക്കാം ഒരു പർട്ടിക്കുലർ കമ്പനിക്ക്. ഇപ്പൊ ഞാനൊരു പുസ്തകം എഴുതി, ആ പുസ്തകം ചിലപ്പോൾ ഈ 2020 മുതൽ 23 വരെയാണ് DC ബുക്സിന് പബ്ലിഷ് ചെയ്യാനുള്ള അധികാരം ഉള്ളൂ എങ്കിൽ ദേ ഹാവ് മെൻഷൻ ലൈക്ക് ദിസ്. നമുക്ക് ഇങ്ങനെ മെൻഷൻ ചെയ്യാം, 2020 മുതൽ 23 വരെ ഇറ്റ്സ് കോപ്പിറൈറ്റഡ് ടു പർട്ടിക്കുലർ പബ്ലിഷർ എന്നുള്ള രീതിയിൽ
we can use. I think this is the symbol for a copyright. Then this is another category of a copyright, fair use എന്ന് പറയും. ഞാനൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളുടെ അധ്യാപകർ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഒരു അസൈൻമെന്റ് തന്നു. സോ എന്താണെങ്കിലും നിങ്ങളുടെ ക്ലാസ്സിലെ ആ പഠിപ്പി അത് ആദ്യം എഴുതി ഉണ്ടാക്കും, അതിൻ്റെ അകത്ത് ഡൗട്ടൊന്നുമില്ല. സോ അദ്ദേഹം സാധാരണ ഡെഡ് ലൈനിന് മുമ്പായിട്ട് ഒരാഴ്ച മുമ്പൊക്കെ ചിലപ്പോൾ എഴുതി തീർക്കുന്ന മഹാന്മാരുണ്ടാവും, അല്ലെങ്കിൽ നല്ല സ്റ്റുഡൻസ് ഉണ്ടാവും. സോ അവർ എഴുതി തീർത്തു കഴിഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം, ഞാൻ അസൈൻമെന്റ് എഴുതിയിട്ടില്ല, എനിക്ക് ആ അസൈൻമെന്റ് അവൻ്റെ അകത്തുനിന്ന് കോപ്പി അടിക്കണം. ഓക്കെ, സോ ഈസ് ദിസ് എ ലീഗൽ തിങ് ഓർ എ അൺലീഗൽ? ഞാൻ നോർമലി എത്തിക്സ് പരമായിട്ടല്ല ചോദിച്ചത്. നോർമലി നിങ്ങളുടെ സ്റ്റുഡൻറ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ആ ഒരു അസൈൻമെന്റ്, അവൻ സ്വന്തമായിട്ട് എഴുതിയ അസൈൻമെന്റ് നിങ്ങൾ വാങ്ങിച്ച് കോപ്പി അടിക്കുന്നത്, ഈസ് ഇറ്റ്സ് എ ലീഗൽ ഓർ എ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ ആരെങ്കിലും? IPR വഴി ലീഗൽ ആണോ അല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഹാവ് യു എനി ഐഡിയ? ഇസ് ഇറ്റ് ലീഗൽ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ ആരെങ്കിലും? ജെറിൻ പറയുന്നത് ലീഗലാണ്, കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ്. എനി അതർ കമന്റ്സ്? വിത്ത് പെർമിഷൻ. ഓക്കെ എന്ന് പറഞ്ഞ പെർമിഷൻ എന്ന് ഉദ്ദേശിച്ചത് ക്ലാസ് ടീച്ചറിന്റെ പെർമിഷൻ ആണോ ഉദ്ദേശിച്ചത്, എഴുതിയ ആളുടെ പെർമിഷൻ ആണോ എന്നുള്ള എനിക്ക് മനസ്സിലായില്ല അരവിന്ദ്. ഓക്കെ, എനി അതർ കമന്റ്സ്? ബാക്കിയുള്ളവരൊക്കെ ജസ്റ്റ് ഓൺ ആക്കി വെച്ചിട്ട് പോയോ? വേറെ ഒരു അസൈൻമെന്റ്, നമ്മുടെ ക്ലാസ്സിലെ അസൈൻമെന്റ് ജസ്റ്റ് നോക്കി എഴുതി സബ്മിറ്റ് ചെയ്തു. ഇസ് ഇറ്റ് ലീഗൽ ഓർ അൺലീഗൽ? വേറെ ആരുടെയും കമന്റ്സ് ഒന്നും വന്നില്ലല്ലോ. ഇറ്റ്സ് എ ലീഗൽ. ഓക്കെ, ആസ് എ സ്റ്റുഡൻറ് നിങ്ങൾക്ക് അത് വേറെ പ്രോബ്ലം ഒന്നുമില്ല. ശരിക്കും കോപ്പിറൈറ്റിന്റെ അകത്ത് തന്നെ ഒരു സബ് ഡിവിഷൻ ഉണ്ട്. ഇറ്റ്സ് നോൺ ആസ് എ ഫെയർ യൂസ് എന്ന് പറയും. ഫെയർ യൂസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ആസ് എ പാർട്ട് ഓഫ് ആൻ എഡ്യൂക്കേഷൻ നമുക്ക് ഇതേപോലെ ഒരു ആളൊരു എന്താ പറയുന്നത്, ഒരു നോട്ട് എഴുതി, ആ നോട്ട് നമുക്ക് അതേപോലെ തന്നെ വേറെ സ്ഥലത്തേക്ക് പകർത്താം. അത് ദർ ഇസ് എ നോ കോപ്പിറൈറ്റ് വയലേഷൻ എന്നുള്ളതാണ്. പക്ഷേ അതിനകത്തുള്ള ഒരു ക്ലോസ് എന്നുള്ളത് ഫോർ ആൻ എഡ്യൂക്കേഷൻ പർപ്പസ് മാത്രം. നമുക്ക് ഇപ്പോൾ നിങ്ങൾ ജേർണൽസ് അല്ലെങ്കിൽ ഇതേപോലെയുള്ള ടെക്സ്റ്റ് ബുക്കകത്തൊക്കെ നമ്മൾ ഇതേപോലെ നോക്കി പകർത്തുക എന്നുള്ള പരിപാടിയുണ്ട്. സോ ആസ് എ ഒരു ഫെയർ യൂസ് എന്നുള്ളൊരു കൺസെപ്റ്റ് അനുസരിച്ച് കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നിങ്ങൾക്ക് അതേപോലെ പകർത്തി എഴുതാം. പക്ഷേ അതിൻ്റെ അകത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഒന്നെന്നുള്ളത് ഇറ്റ് ഷുഡ് ബി ആൻ എഡ്യൂക്കേഷൻ്റെ പാർട്ടായിരിക്കണം, ഇറ്റ്സ് ഫോർ ആൻ എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ്. സെക്കൻഡ് എന്നുള്ളത് നിങ്ങൾക്ക് ദ സെയിം സെന്റൻസ് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടായിരിക്കും? സെയിം സെന്റൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താ പറയുന്നത്, അദ്ദേഹത്തിന്റെ ഡയറക്റ്റ് കോപ്പിയാവും. പക്ഷേ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ആ സെന്റൻസ് വായിച്ച് നമുക്ക് എന്താണോ തോന്നുന്നത് അത് അതേപോലെ എഴുതി വയ്ക്കാം. പക്ഷേ ദ സെയിം സെന്റൻസ് അതേപോലെ തന്നെ യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ശരിക്കും അതിനുവേണ്ടി പുറത്തെ രാജ്യത്തൊക്കെ ഇതേപോലെയുള്ള അസൈൻമെന്റ് കോപ്പി അടിച്ച് ഈവൻ യു ക്യാൻ യൂസ് ദാറ്റ് കൺസെപ്റ്റ് എന്താണെന്നുള്ളത് യൂസ് ചെയ്യാം. പക്ഷെ സെയിം സെന്റൻസ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനു വേണ്ടി പ്ലേഗറിസം എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും, എനിക്ക് തോന്നുന്നത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പഠിച്ചോളും. പ്ലേഗറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോകത്തുള്ള ഏതെങ്കിലും ഇന്റർനെറ്റ് സോഴ്സുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനാണ് പ്ലേഗറിസം എന്ന് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും അത് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് ഓൺലൈനായിട്ട് കുറെ പ്ലേഗറിസം സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ ഒരു നല്ല ജേർണലിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക്കേഷനിലേക്കൊക്കെ പബ്ലിഷ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആദ്യം അവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്തോരും പ്ലേഗറിസം കണ്ടന്റ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെന്നെങ്കിലും ചൂണ്ടിയ സാധനങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് അവരത് പബ്ലിഷ് ചെയ്യുള്ളൂ. സോ നമുക്ക് ഇപ്പോൾ ഇവിടെ നാട്ടിൽ അങ്ങനെ ആരും ചെയ്യാറില്ല. ഈവൻ നിങ്ങൾ ഒരു സെമിനാർ റിപ്പോർട്ട് എഴുതുന്ന സമയത്താണെങ്കിൽ പോലും നിങ്ങൾ നെറ്റിൽ നിന്ന് കോപ്പി അടിച്ച് വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫ്രണ്ടിൽ ഇറ്റ്സ് സബ്മിറ്റഡ് ബൈ നിങ്ങളുടെ പേര് എഴുതി വെക്കുമ്പോഴാണ് പ്രശ്നമുള്ളൂ. ഓക്കെ, സോ അല്ല നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാം, ആ സെന്റൻസ് അതേപോലെ എഴുതി വെക്കാതെ വേറെ സെന്റൻസ് എഴുതി വെക്കാം. ആ സെയിം അർത്ഥം വരുന്ന വേറെ സെന്റൻസ് നിങ്ങൾക്ക് എഴുതി വെക്കാം. ദെൻ വൺ മോർ തിങ്, യു ഹാവ് ടു യൂസ് റെഫറൻസ്. ഓക്കെ, റെഫറൻസിന്റെ അകത്ത് അത് കൃത്യമായിട്ട് ആ ഓർഡറിനെ മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, സോ ദാറ്റ് ഈസ് നോൺ ആസ് എ ഫെയർ യൂസ് എന്ന് പറയും. ഓക്കെ, ദെൻ സെക്കൻഡ് തിങ്, ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. നിങ്ങളൊരു ഫോട്ടോ എടുത്തു, ഞാൻ പറഞ്ഞു ഫോട്ടോ എന്നുള്ളത് നമുക്ക് കോപ്പിറൈറ്റ് ചെയ്യാം അല്ലേ, അത് നിങ്ങളുടേതാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി നിങ്ങൾക്കത് കോപ്പിറൈറ്റ് ചെയ്യാം. സപ്പോസ് നിങ്ങളൊരു ഫോട്ടോ എടുത്തു, നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളൊരു ടൂർ പോയ സമയത്ത് നിങ്ങളൊരു ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് വളരെ നല്ലൊരു
നേച്ചറിന്റെ ഫോട്ടോയാണ്, നല്ല ഒരു സീനറി ആയിട്ടുള്ള ഫോട്ടോയാണ്. നിങ്ങൾ ആ ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു, സപ്പോസ്. ഓക്കെ, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട്, ആ ഫ്രണ്ടാണ്, ഫേസ്ബുക്ക് ഫ്രണ്ടാണ്, ആ ഫോട്ടോ കോപ്പി പേസ്റ്റ് എന്ന് പറഞ്ഞാൽ സേവ് ചെയ്ത് അത് വലിയൊരു ഫോട്ടോഗ്രാഫി കോൺടെസ്റ്റിന് അത് സബ്മിറ്റ് ചെയ്തു. സ്വന്തം ഫോട്ടോയാണ് അല്ലെങ്കിൽ കൂട്ടുകാരൻ അദ്ദേഹത്തിന്റെ ഫോട്ടോയാണ് എന്ന് പറഞ്ഞ് അത് സബ്മിറ്റ് ചെയ്തു. ഓക്കെ, പക്ഷെ നമ്മളത് കോപ്പിറൈറ്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ആ ഫോട്ടോ എടുത്ത് അത് കോപ്പിറൈറ്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് 1 ലക്ഷം രൂപയുടെ സമ്മാനം കിട്ടി, സപ്പോസ്. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ലീഗലായിട്ട് മൂവ് ചെയ്യാൻ പറ്റുമോ? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അത് കുഡ് യു പ്ലീസ് ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ഞാൻ ഒന്നുകൂടി പറയാം. നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഒരു ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ എടുത്ത് നിങ്ങൾ നല്ല ഫോട്ടോ ആയതുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഫേസ്ബുക്കിൽ നിന്ന് നിങ്ങളുടെ ഒരു ഫ്രണ്ട് അത് സേവ് ചെയ്ത് അല്ലെങ്കിൽ കോപ്പി ചെയ്തെടുത്തിട്ട് വലിയൊരു ഫോട്ടോഗ്രാഫി കോൺടെസ്റ്റിന് അത് സ്വന്തം ഫോട്ടോയാണെന്ന് പറഞ്ഞ് അതിൻ്റെ അത് അപ്ലോഡ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം 1 lakh rupees പ്രൈസ് ആ കൂട്ടുകാരൻ അടിച്ചു. അപ്പോൾ അദ്ദേഹം എടുത്ത ഫോട്ടോ അല്ല, അത് നിങ്ങളെടുത്ത ഫോട്ടോയാണ്. പക്ഷെ നിങ്ങൾക്ക് ലീഗലായിട്ട് ഏതെങ്കിലും രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ഇറ്റ്സ് നോട്ട് അത് കോപ്പിറൈറ്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ല, നിങ്ങളുടേതാണ് എന്നുള്ള രീതിയിൽ കോപ്പിറൈറ്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ലീഗലായിട്ട് മൂവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇത് യൂസ് ആകും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അലിൻ ജോസഫ് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. പറ്റില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ജെറിൻ ഈ റെസ്പോണ്ടഡ് എസ്, നമുക്ക് പോകാം എന്നുള്ളതാണ് ജെറിൻ്റെ ഇത്. ജെറിൻ എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്നും കൂടി ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാമോ? ജെറിൻ, ഇഫ് യു ഹാവ് മൈക്ക്, ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് എന്തുകൊണ്ടാണ്, എങ്ങനെ നമുക്ക് അത് ലീഗലായിട്ട് മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് പറയാമോ? ജെറിൻ എസ് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ജെറിന്റെ മൈക്ക് അവൈലബിൾ അല്ല എന്ന് തോന്നുന്നു, ആണോ? ഹലോ, ഐ തിങ്ക് ജെറിൻ ഈപ്പൻ സോറി റെസ്പോണ്ട് ചെയ്യുന്നില്ല. സോ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഉത്തരം ഞാൻ പറയാം. നമുക്ക് കോപ്പിറൈറ്റ്സിൻ്റെ അകത്ത് തന്നെ കുറേ മിത്തുകളുണ്ട്. ഫസ്റ്റ് മിത്ത് എന്നുള്ളത്, എല്ലാ കോപ്പിറൈറ്റ് സാധനങ്ങളും നമുക്ക് രജിസ്റ്റർ ചെയ്യണമെന്നില്ല. സപ്പോസ് ഓക്കെ, ഐ തിങ്ക് ജെറിൻ ഹാസ് പോസ്റ്റഡ് സംതിങ്, പ്ലീസ്. ഞാനിപ്പോൾ പറയാം. ഓക്കെ, ജെറിൻ പറഞ്ഞു തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് കോപ്പിറൈറ്റ് ചെയ്യേണ്ട എല്ലാ സാധനവും രജിസ്റ്റർ ചെയ്യണമെന്നില്ല. ഓക്കെ, സപ്പോസ് ഇപ്പോൾ നമ്മൾ ഫിലിംസ് എടുക്കാറുണ്ട് അല്ലേ? നമ്മുടെ ഫിലിം എല്ലാം നമുക്ക് പേറ്റന്റ് ഓഫീസിൽ കോപ്പിറൈറ്റ് രജിസ്ട്രേഷന് പോകാറില്ല. ഇപ്പോൾ നമ്മൾ സിനിമ ഇറക്കുന്നുണ്ട്, ആ സിനിമ ഇറക്കുന്ന ഒന്നും നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ ചെന്നൈയിലാണ് നമ്മുടെ പേറ്റന്റ് ഓഫീസ് ഉള്ളത്, അല്ലെങ്കിൽ IPRന്റെ ഓഫീസ് ഉള്ളത്. ഈ IPRന്റെ ഓഫീസിൽ പോയി ഒന്നും രജിസ്റ്റർ ചെയ്യാറില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ സംഭവം, ഇപ്പോൾ നിങ്ങളുടെ ഫോട്ടോ വേറൊരാൾ യൂസ് ചെയ്ത് അദ്ദേഹം ആ കോൺടെസ്റ്റിന് അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. പക്ഷേ നിങ്ങൾക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ അകത്ത് ഇന്ന ദിവസം ഇത്രാം തീയതി ഇന്ന സമയത്ത് നിങ്ങളത് പോസ്റ്റ് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അത് കഴിഞ്ഞാണ് ഈ കോൺടെസ്റ്റ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്കത് ലീഗലി മൂവ് ചെയ്യാൻ പറ്റും. ബിക്കോസ് അന്നത്തെ ദിവസം നിങ്ങളുടെ കൈവശമാണ് ആ ഫോട്ടോ ഉണ്ടായിരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സപ്പോസ് വേറൊരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഒരു ക്യാമറ എടുത്തു, നിങ്ങളൊരു സീനറി നിങ്ങൾ ഷൂട്ട് ചെയ്തു. ആ ഷൂട്ട് ചെയ്ത് നിങ്ങൾ വേറെ എവിടെയും കോപ്പി ചെയ്തിട്ടില്ല. ആ ഫ്രണ്ടിൻ്റെ ക്യാമറയുടെ ആ മെമ്മറി കാർഡിൽ മാത്രമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിന് ആ ക്യാമറ തിരിച്ചു കൊടുത്തു, ഫ്രണ്ടിന് ആ മെമ്മറി കാർഡ് കിട്ടി. ആ മെമ്മറി കാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് നല്ല ഫോട്ടോ കണ്ടു. ഈ ഫോട്ടോ കണ്ടിട്ട് ആ ഫോട്ടോ എടുത്താണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേറെ തെളിവൊന്നുമില്ല. ആ ഫോട്ടോ നിങ്ങളാണ് എടുത്തത് എന്നുള്ളതിന് തെളിവൊന്നുമില്ല. അത് ഉറപ്പായിട്ടും നമുക്ക് ലീഗലി മൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊന്നുമില്ല. പക്ഷേ അല്ലാത്തൊരു കേസ്, ഇപ്പോൾ നിങ്ങളൊരു പുസ്തകം എഴുതി, സപ്പോസ് ഇപ്പോൾ നിങ്ങളൊരു പുസ്തകം എഴുതി കഴിഞ്ഞ് നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഫ്രണ്ടിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് മെയിൽ അയച്ച് ഇടുവാണെങ്കിൽ, അന്നത്തെ ദിവസം ആ ഒരു കണ്ടന്റ്, നിങ്ങൾ എഴുതിയ ലിറ്ററേച്ചർ കണ്ടന്റ് അത് നിങ്ങളുടേതാണ് എന്ന് തെളിയിക്കാനുള്ള
ഫുൾ ക്രെഡിറ്റ് ഇതും നിങ്ങൾക്കുണ്ട്. ജിമെയിൽ എന്നുള്ള നമുക്ക് ടൈമും ഡേയും നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് നമുക്ക് അത് അന്നത്തെ ദിവസം നിങ്ങളുടേതാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്കത് നിങ്ങൾക്ക് ലീഗലി മൂവ് ചെയ്യാനുള്ള ഇതുണ്ട്. ഓക്കെ, സോ ദിസ് ആർ ദ സം ഓഫ് ദ മിത്ത്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ ആയി. ഞാൻ കുറച്ച് വേഗം പറഞ്ഞു പോകാം, അല്ലെങ്കിൽ നമുക്ക് എല്ലാം ഒന്ന് കവർ ചെയ്യില്ല. ഓക്കെ, നോർമലി ഒരു കോപ്പിറൈറ്റ് തിങ് എന്നുള്ളത്, അല്ലെങ്കിൽ നമുക്കൊരു കോപ്പിറൈറ്റ് കിട്ടിയെങ്കിൽ നമുക്ക് മാക്സിമം അതിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു പുസ്തകം ഇറക്കി, ഈ പുസ്തകം ഇറക്കി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ 60 കൊല്ലം വരെ ആ പുസ്തകം എൻ്റെ പേരിൽ എവിടെയും ആർക്കും എന്താ പറയുന്നത് റീപബ്ലിഷ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷെ ആഫ്റ്റർ 60 ഇയേഴ്സ്, ഞാൻ മരിച്ചു കഴിഞ്ഞ് 60 ഇയേഴ്സ് കഴിഞ്ഞ് ആർക്കും അത് പബ്ലിഷ് ചെയ്യാനുള്ള അധികാരമുണ്ട്. സപ്പോസ് നിങ്ങൾ ഷെർലക് ഹോംസിൻ്റെ ഒക്കെ പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഷെർലക് ഹോംസിൻ്റെ പുസ്തകത്തിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ DC ബുക്സ് കഴിഞ്ഞ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ഇറക്കിയിരുന്നു. നിങ്ങൾ എത്ര പേര് വായിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു പബ്ലിക്കേഷന്, ആ ഒരു ട്രാൻസ്ലേഷന് ഒരിക്കലും അതിൻ്റെ ഓതറിൻ്റെ പെർമിഷൻ്റെ ആവശ്യമില്ല. കാരണം അദ്ദേഹം മരിച്ചതിന് ശേഷം 60 കൊല്ലം കഴിഞ്ഞ് ആർക്കും ആ പുസ്തകം എടുത്ത് പബ്ലിഷ് ചെയ്യാം. സ്വന്തം പേരിലല്ല, അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ പബ്ലിഷ് ചെയ്യാം. പക്ഷേ പബ്ലിഷ് ചെയ്യാനുള്ള ലീഗൽ ഡോക്യുമെൻറ്റിൻ്റെ ആവശ്യമില്ല. സോ ഇതാണ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. സോ നോർമലി ഒരു ബുക്ക് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊട്ടക്ഷൻ എന്നുള്ളത് നോർമലി ആ ഒരു ഓതറിൻ്റെ ലൈഫ് ടൈം പ്ലസ് 60 ഇയേഴ്സ് ആണ്. ഓക്കെ, ദെൻ ഇപ്പം അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് അതിൻ്റെ പെർമിഷൻ ഉണ്ട് പ്ലസ് 60 ഇയർ വരെ. അതിനുശേഷം ആർക്കും അത് പബ്ലിഷ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ടാണ് ഇതേപോലെയുള്ള പല പഴയ നോവലുകളും ഓതർ മരിച്ചതിന് ശേഷം ഒരു 100 കൊല്ലം മുമ്പുള്ള ഒരു പബ്ലിഷർ അല്ലെങ്കിൽ ഒരു ബുക്ക് ആണെങ്കിൽ അത് ഈവൻ നമുക്ക് മലയാളത്തിലെ ഏത് പബ്ലിഷറിനും വേണ്ടി അദ്ദേഹം ഓതർ മരിച്ച 60 കൊല്ലം കഴിഞ്ഞ് റീപബ്ലിഷ് ചെയ്യാനുള്ള അധികാരമുണ്ട്. സോ ദാറ്റ് ഈസ് ദ പ്രൊട്ടക്ഷൻ, കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇറ്റ്സ് വേരിങ് ഇൻ ഈച്ച് കേസ്. ഇഫ് ഇറ്റ്സ് എ സിനിമാറ്റോഗ്രാഫി ഓർ എന്താ പറയുന്നത് സൗണ്ട് റെക്കോർഡിംഗ് ആണെങ്കിൽ മാക്സിമം 60 ഇയേഴ്സ് ആണ് പറ്റുന്നത്. അല്ലെങ്കിൽ ഒരു ബ്രോഡ്കാസ്റ്ററൊക്കെ ആണെങ്കിൽ മാക്സിമം 20 ഇയേഴ്സ് വരെയാണ് പെർമിഷനുള്ളൂ. ഇത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള പെർമിഷനുള്ളൂ ഒരു ഓതറിന് അല്ലെങ്കിൽ അതിൻ്റെ ഇൻവെന്ററിന്. ഓക്കെ, ദെൻ സെക്കൻഡ് കാറ്റഗറി ഇസ് എ ട്രേഡ് മാർക്ക്. ഐ തിങ്ക് നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്, അല്ലേ? അല്ലെങ്കിൽ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് ട്രേഡ് മാർക്ക് എന്താണെന്നുള്ള കാര്യം. നിങ്ങളൊരു കടയിൽ പോയി ഒരു ഷർട്ട് എടുത്തു കഴിഞ്ഞാൽ യു ആർ സപ്പോസ് ടു യൂസ് ദിസ് ട്രേഡ് മാർക്ക്, അല്ലേ? അതിൻ്റെ അകത്ത് അഡിഡാസിൻ്റെയോ അല്ലെങ്കിൽ ഇഫ് ഇറ്റ്സ് എ സ്പോർട്സ് ഐറ്റം, ഇഫ് അഡിഡാസിൻ്റെയോ അല്ലെങ്കിൽ ലൂയി ഫിലിപ്പിൻ്റെയോ ആണെങ്കിൽ പോലും ആ ഒരു ആ സിമ്പിളിനാണ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി എ ഡിസ്റ്റിങ്വിഷിംഗ് സൈൻ ആയിരിക്കാം, അല്ലേ? എന്തെങ്കിലും സൈൻ ആവാം, ഓർ റെപ്രസെൻറ്റഡ് ഗ്രാഫിക്കലി, നമുക്കത് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്ത് എന്തെങ്കിലും ആവാം. ഈവൻ ഒരു സിഗ്നേച്ചർ ആണെങ്കിൽ പോലും വി ക്യാൻ യൂസ് ഇറ്റ് ആസ് എ ട്രേഡ് മാർക്ക്. സോ അത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ആ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ പ്രൊഡക്റ്റ് ആയിരിക്കാം, ആ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കാം. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ആപ്പിൾ എന്നുള്ളൊരു കമ്പനിയുടെ ട്രേഡ് മാർക്ക്, അതിന് പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്താ പറയുന്നത് വേറെ ഒരു ആപ്പിളിൻ്റെ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി വേറെ എഴുത്തൊന്നും വേണ്ട. ജസ്റ്റ് ആ മാക്ബുക്കിൻ്റെ ബാക്കിലത്തെ ആ ആപ്പിളിൻ്റെ സിമ്പിൾ മാത്രം മതി, അല്ലേ? ഇറ്റ്സ് ഐഡന്റിഫൈ ദ സോഴ്സ് ഓർ ഒറിജിൻ, അല്ലേ? ആ ഒരു പർട്ടിക്കുലർ ട്രേഡ് മാർക്കും കൊണ്ട് വി ക്യാൻ ഫൈൻഡ് ദാറ്റ് ഇറ്റ്സ് ആൻ ഐമാക് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഇറ്റ്സ് ആൻ ഐഫോൺ എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. അവരൊരിക്കലും അതിൻ്റെ അകത്ത് കമ്പനിയുടെ പേര് എഴുതാറില്ല, ശരിയല്ലേ അത്? ആൻഡ് ഇറ്റ് ഓൾസോ ഗ്യാരണ്ടി ചെയ്ത ക്വാളിറ്റി, ശരിയല്ലേ അത്? ആ ഒരു സിമ്പിൾ അതിൻ്റെ ക്വാളിറ്റിന് ഒരു പരിധി വരെ നമുക്ക് എന്താ പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യും. ആൻഡ് ഓൾസോ അഡ്വർടൈസ് ദ ഗുഡ്സ് ആൻഡ് സർവീസ്, ശരിയല്ലേ അത്? ആപ്പിളിൻ്റെ ആ ലോഗോയാണ് അതിൻ്റെ അഡ്വർടൈസ്മെന്റ്. ഓക്കെ, സോ ദിസ് ആർ ദ മെയിൻ ഫങ്ഷൻ ഓഫ് എ ട്രേഡ് മാർക്ക്. എന്തിനാണ് ട്രേഡ് മാർക്ക് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ദെൻ രണ്ടാമത്തെ കാര്യം, ട്രേഡ് മാർക്ക് എങ്ങനെയൊക്കെ ആകാം എന്നുള്ളതാണ്. സംടൈംസ് ഇറ്റ് വുഡ് ബി എ വേർഡ്, അല്ലെങ്കിൽ ഫോർഡിൻ്റെ ട്രേഡ് മാർക്ക് എന്നുള്ളത്, അല്ലെങ്കിൽ അതിന് സിമ്പിൾ എന്നുള്ളത് ആ ഫോർഡ് എന്ന് എഴുതിയിരിക്കുന്നത് തന്നെയാണ് ആ ഫോർഡിൻ്റെ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. സപ്പോസ് ഞാൻ റൈറ്റ് സൈഡിൽ അതിൻ്റെ ഫിഗർ ഇട്ടിട്ടുണ്ട്. ഈവൻ IBM എന്നുള്ള കമ്പനിയുടെ ട്രേഡ് മാർക്ക് എന്നുള്ളത് ഇറ്റ്സ് ആൻ IBM എന്ന് തന്നെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതാണ്, അല്ലേ? സപ്പോസ് ചിലപ്പോൾ അത് കളറാവാം, ലോഗോയാവാം. സപ്പോസ് ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ട്രേഡ് മാർക്ക് എന്നുള്ള സിഗ്നേച്ചർ ആണ്, അല്ലേ? ടെണ്ടുൽക്കറിന്റെ സിഗ്നേച്ചർ പല സ്ഥലത്തും നമ്മൾ ട്രേഡ് മാർക്കായിട്ട് യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു സമയത്ത് നമ്മുടെ ബൂസ്റ്റ് വാങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ ഇട്ട ബാറ്റ് എന്തോ ഫ്രീ കിട്ടും എന്നുള്ള രീതിയിൽ ഒരു അഡ്വർടൈസ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, അല്ലേ? സംടൈംസ് ഇറ്റ് വുഡ് ബി എ സിഗ്നേച്ചർ, അല്ലേ? ട്രേഡ് മാർക്ക് എന്നുള്ള സിഗ്നേച്ചർ ആവാം. അല്ലെങ്കിൽ ഇതേപോലെ ലേബൽ, പെപ്സിയുടെ പോലെ ഒരു സിമ്പിൾ ലേബൽ ആകാം, അല്ലേ? പെപ്സി എന്ന് എഴുതിയിരിക്കുന്ന ലേബൽ ആകാം. ഓർ വേർഡ്സ് ആവാം, അല്ലേ? ഗൂഗിൾ എന്ന് എഴുതിയിരിക്കുന്ന വേർഡ് ആവാം. ഈവൻ
എ സിംഗിൾ ലെറ്റർ. അഡോബിൻ്റെ ഒക്കെ ആണ് എങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ എ എന്നുള്ള ആ സിമ്പിളാണ് അതിൻ്റെ ട്രേഡ് മാർക്ക് എന്നുള്ളത്. ഈവൻ സംടൈംസ് ഇറ്റ് വുഡ് ബി എ സ്ലോഗൻ. സപ്പോസ് ഏതെങ്കിലും എക്സാമ്പിൾ പറയാമോ സ്ലോഗൻ വരുന്ന ട്രേഡ് മാർക്ക്? ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ബജാജിൻ്റെ ആണ്. നിങ്ങൾ ബജാജിൻ്റെ പരസ്യത്തിൻ്റെ അകത്ത് അവർക്കൊരു സ്ലോഗൻ ഉണ്ട്, ഹമാര ബജാജ് എന്നുള്ള രീതിയിൽ ഒരു സ്ലോഗൻ ഉണ്ട്. ഇറ്റ്സ് എ ട്രേഡ് മാർക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് വേണമെങ്കിൽ എയർടെലിൻ്റെ ഒരു ടൂൺ എന്നുള്ള ഇറ്റ്സ് എ ട്രേഡ് മാർക്കാണ് അല്ലേ? ആ ഒരു എയർടെൽ ആണ് കമ്പനി എന്നുള്ളത് കാണിക്കാൻ വേണ്ടി വി ക്യാൻ യൂസ് ദാറ്റ് സിമ്പിൾ, അല്ലെ സോറി ആ ഒരു മ്യൂസിക് നമുക്ക് യൂസ് ചെയ്യാം. ഇറ്റ്സ് ആക്ട് ആസ് എ ട്രേഡ് മാർക്ക്. ഈവൻ നമുക്കൊരു പ്രൊഡക്റ്റിന്റെ ഷേപ്പ് വരെ നമുക്ക് ട്രേഡ് മാർക്ക് ആകാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്കറിയാം കൊക്കക്കോളയുടെ ഒരു ബോട്ടിൽ, ആ ബോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ പുറത്തെ ആ റാപ്പ് ഊരി പോയാൽ പോലും യു ക്യാൻ ഐഡന്റിഫൈ ഇറ്റ് ആസ് എ കൊക്കക്കോള എന്നുള്ളത്. ശരിയല്ലേ? അത് കൊക്കക്കോളയുടെ കുപ്പി അല്ലെങ്കിൽ പെപ്സിയുടെ കുപ്പിയുടെ പുറത്തെ റാപ്പ് നമുക്ക് പോയാൽ പോലും വി ക്യാൻ ഫൈൻഡ് ദാറ്റ് ഇറ്റ്സ് എ പെപ്സി എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് എന്തുകൊണ്ടാണ്? അത് ആ കുപ്പിയുടെ ഷേപ്പാണ് അവർക്കടെ ട്രേഡ് മാർക്ക് എന്നുള്ളത്. ഓക്കെ, ഈവൻ പാക്കിംഗ്, ഫോർ എക്സാമ്പിൾ കിൻഡർ ജോയ് ഷേപ്പ് കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ അതിന്റെ പാക്കിംഗ് കാണുമ്പോൾ തന്നെ അറിയാം ഇറ്റ്സ് എ കിൻഡർ ജോയ് എന്നുള്ളത്. ശരിയല്ലേ? അത് ഈവൻ സംടൈംസ് കളർ വരെ ട്രേഡ് മാർക്ക് ആവാറുണ്ട്. ദ ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് കാഡ്ബറീസിന്റെ കളർ, ആ ഒരു വൈൽഡ് കളർ എന്നുള്ള ഇറ്റ്സ് എ ട്രേഡ് മാർക്ക്. ശരിയല്ലേ? അത് ആ കളർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ്സ് എ കാഡ്ബറീസ് എന്നുള്ളത് ഒരു പരിധി വരെ. ഓക്കെ, സോ സംടൈംസ് സ്മെൽ ഓൾസോ. അതിന് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ആ ഒരു ടെന്നീസ് ബോൾ, ഒരു കമ്പനി ടെന്നീസ് ബോൾ ഇറക്കിയ സമയത്ത് ആ ടെന്നീസ് ബോളിന്റെ സ്മെല്ല് എന്നുള്ളത് ഇറ്റ്സ് എ നമ്മളുടെ ഫ്രഷ് ഗ്രാസ് കട്ട് ചെയ്തതിന്റെ സ്മെല്ലായിരുന്നു. സോ ഈവൻ ആ ഒരു സ്മെല്ല് വരെ നമുക്ക് ട്രേഡ് മാർക്കായിട്ട് ഇറക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഈവൻ സൗണ്ട് മാർക്ക് വരെ നിങ്ങൾക്ക് ഈ MGM ചാനൽ തുടങ്ങുന്ന സമയത്ത് ആ ഒരു സിംഹം അലറുന്ന ഒരു സൗണ്ട് ഉണ്ട്, ഇറ്റ്സ് എ ട്രേഡ് മാർക്കാണ്. ഓക്കെ, ആ MGM ചാനലിന്റെ ഒരു ട്രേഡ് മാർക്കാണ് ആ ഒരു സിംഹം സൗണ്ട് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഗർജിക്കുന്ന ആ ഒരു സൗണ്ട് വരെ നമുക്ക് ട്രേഡ് മാർക്ക് ആക്കി എടുക്കാം. ഓക്കെ, സോ ദിസ് ആർ ദ ഇത് നിങ്ങൾക്കും നാളെ നിങ്ങൾക്ക് ഒരു കമ്പനി തുടങ്ങുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈവൻ നിങ്ങൾക്കും ഇതേപോലെ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, ദെൻ സംടൈംസ് ഇതേപോലെയുള്ള സർട്ടിഫിക്കേഷന് വേണ്ടി വി ആർ യൂസിങ് ട്രേഡ് മാർക്ക് അല്ലേ? ഇപ്പൊ ISI സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ വി ആർ യൂസിങ് ദി സിമ്പിൾ. ശരിയല്ലേ? അത് അല്ലെങ്കിൽ BIS ആണെങ്കിൽ നമുക്ക് അടുത്ത സിമ്പിൾ യൂസ് ചെയ്യാം. അതേപോലെ ഓരോ കാര്യത്തിനും നമുക്ക് ഇതേപോലെ ട്രേഡ് മാർക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. സംതിങ് ഇപ്പോൾ നിങ്ങൾ ഡോക്ടർ ആണെങ്കിൽ വി ഹാവ് എ ട്രേഡ് മാർക്ക്. ഈവൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണെങ്കിൽ ദർ ഇസ് ആൻ അനദർ ട്രേഡ് മാർക്ക്. ഈവൻ ഇഫ് എ അഡ്വക്കേറ്റ്, ഇപ്പോൾ നിങ്ങളൊരു വണ്ടിയുടെ സൈഡിൽ നിങ്ങൾ ഈ ഫിഗർ കണ്ട് അല്ലെങ്കിൽ ഈ ഒരു ലോഗോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാം അതൊരു ഡോക്ടറിന്റെ വണ്ടിയാണ് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ? ഈവൻ നിങ്ങൾക്ക് ഈ അഡ്വക്കേറ്റിന്റെ ഈ സിമ്പിൾ നിങ്ങളുടെ വണ്ടിയുടെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, ആ ഒരു വെഹിക്കിളിന്റെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇറ്റ്സ് എ അഡ്വക്കേറ്റ് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് എ അഡ്വാൻറ്റേജ് ഓഫ് എ ട്രേഡ് മാർക്ക്. സോ ഇത് ഞാൻ ഒരു 3 കൊല്ലം മുമ്പ് എടുത്ത ഒരു ബ്രാൻഡ് വാല്യൂ ആണ്. ഓക്കെ, ഓരോ ബ്രാൻഡിന്റെയും വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത് ആപ്പിളിന്റെ ആണ്. സോ ആപ്പിളിന്റെ അകത്ത് ബ്രാൻഡ് വാല്യൂ എന്നുള്ള $145 ബില്യൺ ആണ് വിത്തൗട്ട് എനി പ്രോപ്പർട്ടി, ആ ഒരു ബ്രാൻഡിന്റെ വാല്യൂ മാത്രം. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതേപോലെ ബ്രാൻഡ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ള ഒരു ദിവസത്തെ കാര്യമല്ല, സമയമെടുക്കും. കാരണം പലരും ഈ നോക്കിയ ഒക്കെ വാങ്ങുന്ന സമയത്ത്, നിങ്ങൾ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരു 3-4 കൊല്ലം മുമ്പ് നോക്കിയ കമ്പനി അക്വയർ ചെയ്ത സമയത്ത് അവരതിന്റെ നെയിം മാത്രമാണ് അക്വയർ ചെയ്തത്. നെയിമിന് മാത്രമാണ് ഇത്ര ലക്ഷം രൂപ കൊടുത്തത്. സോ അതാണ് അതിന്റെ ബ്രാൻഡ് വാല്യൂ എന്ന് പറയുന്നത്, വിത്തൗട്ട് എനി പ്രോപ്പർട്ടി. ഓക്കെ, സോ അതിന് ബ്രാൻഡിന് ഒരു വാല്യൂ ഉണ്ട്. നമുക്ക് അല്ലെങ്കിൽ വേറൊരു കമ്പനിക്ക് ആ ഒരു ലോഗോ യൂസ് ചെയ്യാനുള്ള അധികാരം, അതിനാണ് ബ്രാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദ ഫോർത്ത് കാറ്റഗറി ഈസ് എ ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്ന് പറയും. ഇൻഡസ്ട്രിയൽ ഡിസൈനിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ നമ്മളൊരു ഡിസൈൻ ചെയ്തു. ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിൽ ഞാൻ ബെസ്റ്റ് എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്, നിങ്ങളൊരു എന്താ പറയുന്നത് ഒരു ആർട്ടിസ്റ്റിക് അല്ലെങ്കിൽ എന്താ പറയുന്നത് നിങ്ങളുടെ ഡ്രസ്സിൻ്റെ അകത്ത് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകതരം ഡ്രസ്സ് നിങ്ങളായിട്ട് രൂപകൽപ്പന ചെയ്തു എന്ന് വിചാരിക്കുക, അതിൻ്റെ ഷേപ്പ്. ഓക്കെ, ആ ഒരു ഷേപ്പിനെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വി ആർ യൂസിങ് ഇൻഡസ്ട്രിയൽ ഡിസൈൻ. ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ടർ കവർ മാത്രം, അല്ലെങ്കിൽ നിങ്ങളൊരു ഓർണമെന്റ് നിങ്ങൾ ഡിസൈൻ ചെയ്തു, ആ ഓർണമെന്റിന്റെ ഔട്ടർ കവർ എന്താണോ അത് ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ ഡിസൈൻ ആണ്. സപ്പോസ് അല്ലെ നിങ്ങൾ വേറെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പെട്ടെന്ന് പറയാൻ പറ്റുന്നത് പെൻ, നമ്മൾ യൂസ് ചെയ്യുന്ന പെൻ, ആ പെന്നിന്റെ ടെക്നോളജി എന്നുള്ളത് പണ്ടുകാലത്തുള്ള ടെക്നോളജിയാണ്. പക്ഷെ ഓരോ കമ്പനിയും ഇറക്കുന്ന അതിന്റെ ഔട്ടർ കവർ എന്നുള്ളത് ഡിഫറെന്റ് ആണ്.
ആ ഔട്ടർ കവറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് അല്ലെങ്കിൽ IPR ആണ് എന്താ പറയുന്നത് ഡിസൈൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. സപ്പോസ് ഇപ്പോൾ നിങ്ങളൊരു കാർപ്പറ്റ് ഡിസൈൻ ചെയ്തു, ആ കാർപ്പറ്റിന്റെ ആ ഒരു ഡിസൈൻ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ചെയർ, ഇപ്പം നിങ്ങൾ അവിടെ നിങ്ങളുടെ ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ചെയർ, ആ ചെയറിന്റെ ഷേപ്പ് എന്നുള്ളത് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ ഡിസൈൻ ആണ്. നോർമലി ഇൻഡസ്ട്രിയൽ ഡിസൈൻ നമുക്ക് 10 കൊല്ലത്തേക്ക് ആണ് ആദ്യം ഇനിഷ്യലി കിട്ടുന്നത്. 10 കൊല്ലത്തിന് ശേഷം നമുക്കത് 5 കൊല്ലത്തേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ 15 കൊല്ലം വരെ ആ ഒരു പർട്ടിക്കുലർ ഡിസൈൻ മാത്രം നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. സപ്പോസ് വെസൽസ്, ഇപ്പോൾ നമ്മൾ ചീനച്ചട്ടി കണ്ടു, അല്ലെങ്കിൽ നിങ്ങൾ പ്രഷർ കുക്കർ കണ്ടു, ആ പ്രഷർ കുക്കറിന്റെ ഓരോ ഷേപ്പും നമുക്ക്, അല്ലെങ്കിൽ പല കമ്പനിയും പല ഷേപ്പിലാണ് ഇറക്കുന്നത് അല്ലെ, പ്രഷർ കുക്കർ ഇറക്കുന്നത് പലതും പല ഷേപ്പിലാണ് ഇറക്കുന്നത്. സോ അത് 10 കൊല്ലത്തേക്ക് വരെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന, അതിന്റെ ഷേപ്പ് മാത്രം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നത് ത്രൂ ഇൻഡസ്ട്രിയൽ രജിസ്ട്രേഷൻ വഴിയാണ്. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് വി ഹാവ് എ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറയും. ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത് ആറന്മുള കണ്ണാടിയാണ് അല്ലെ. ആറന്മുള കണ്ണാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആലപ്പുഴ ഭാഗത്ത് അല്ലെങ്കിൽ ആറന്മുളയിലുള്ള അവിടുത്തെ ഗ്രാമവാസികൾ അല്ലെങ്കിൽ അവിടെയുള്ള പണ്ടത്തുള്ള ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത ഒരു കൂട്ട്, ആ കൂട്ട് വെച്ച് കണ്ണാടി ഉണ്ടാക്കുന്നുണ്ട്. അത് പർട്ടിക്കുലർ ഒരു വ്യക്തിയുടെ ഇന്നോവേഷൻ അല്ല, ശരിയല്ലേ? അത് ആ ഒരു സൊസൈറ്റിയുടെ ആ ഒരു പർട്ടിക്കുലർ ജിയോഗ്രഫിക്കലിന്റെ ഒരു പ്രത്യേകത വെച്ച് ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡ്, അത് ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് അത് ബൈ ലോ വഴി നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറയും. സപ്പോസ് കാഞ്ചീപുരം സിൽക്ക്, അതാണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. അത് ആ കാഞ്ചീപുരത്തുള്ള ആൾക്കാരുടെ പർട്ടിക്കുലർ ഡിസൈനാണ്. അത് കാഞ്ചീപുരക്കാർക്ക് മാത്രമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ, അല്ലെങ്കിൽ അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറയും. അല്ലെങ്കിൽ അൽഫോൺസ മാമ്പഴം, അല്ലെങ്കിൽ എന്താ പറയുക നാഗ്പൂർ ഓറഞ്ച്, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു പർട്ടിക്കുലർ പ്രദേശത്ത് മാത്രമേ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഇതിനു വേണ്ടി പറയുന്നതാണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെയാണെങ്കിൽ ആറന്മുള കണ്ണാടി ഞാൻ ഓൾറെഡി എക്സാമ്പിൾ പറഞ്ഞു. അത് ആ ആറന്മുളയിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് ആ ആറന്മുള കണ്ണാടി ഉണ്ടാക്കാനുള്ള അധികാരമുള്ളൂ. ബിക്കോസ് ദേ ഹാവ് ദ എന്താ പറയുന്നത് GI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ. അത് അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, GI ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ പാലക്കാട് മട്ട, ആ ഒരു പർട്ടിക്കുലർ ഭൂപ്രദേശത്തുള്ളവർക്ക് മാത്രമേ അത് ഡെവലപ്പ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. അല്ലെങ്കിൽ പവിത്രം റിംഗ്, അങ്ങനെ ഓരോ സാധനങ്ങളും ആ ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയുടെ ഇന്നോവേഷൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ദേ ആർ യൂസിങ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. ദെൻ മദ്ദളം ഓഫ് പാലക്കാട്, കാസർഗോഡ് സാരീസ്, ഇതൊക്കെ എക്സാമ്പിൾ ആണ്, GIയുടെ ഓരോ എക്സാമ്പിൾ ആണ്. ബ്രഹ്മപുരം സാരീസ് ഒക്കെ ഓരോ എക്സാമ്പിൾ ആണ്. അത് ഓരോ ആ റീജിയന്റെ പ്രത്യേകത അനുസരിച്ച് ആ റീജിയൻകാർക്ക് മാത്രമുള്ള ഒരു അധികാരമാണ്. അത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ വഴിയാണ്. ഓക്കെ, ഞാൻ ഒന്ന് പെട്ടെന്ന് ഓടിച്ചു പോവാണ്. വി ഹാവ് ഓൺലി 20 more minutes. ഓക്കെ, സോ നെക്സ്റ്റ് തിങ് ഈസ് ട്രേഡ് മാർക്ക്. ഓക്കെ, ട്രേഡ് മാർക്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് കൊക്കക്കോളയാണ് അല്ലെ. എന്താ കൊക്കക്കോളയുടെ ഇപ്പോഴും അതിന്റെ കോമ്പിനേഷൻസ് അല്ലെങ്കിൽ അതിന്റെ എന്താ പറയുന്നത് രസക്കൂട്ടം എന്നുള്ളത് ഒരിക്കലും ഇതുവരെയായിട്ടും ആർക്കും റിവീൽ ചെയ്തിട്ടില്ല. ആകെ 3 പേർക്കാണ് അറിയുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നതിനാണ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി ഇതുവരെ നമ്മൾ കണ്ട എല്ലാ ഫോംസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓപ്പൺ ടു പബ്ലിക് ആണ്. പക്ഷേ ട്രേഡ് സീക്രട്ട് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇറ്റ്സ് അപ് ടു ദാറ്റ് പർട്ടിക്കുലർ ഹ്യൂമൻ, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ മാത്രമായിട്ട് സീക്രട്ട് ആക്കി വെക്കുന്നതിന് പറയുന്നതിനാണ് ട്രേഡ് സീക്രട്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ KFC, അത് വേറൊരു എക്സാമ്പിൾ ആണ്. KFCയുടെ ആ റെസിപ്പി എന്നുള്ളത്, അതിന്റെ ആ കൂട്ട് എന്നുള്ളത് വേറെ ആർക്കും അറിയില്ല. അത് ആ പർട്ടിക്കുലർ വ്യക്തിക്ക് മാത്രം, അല്ലെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് പേർക്ക് മാത്രമേ ആ KFCയുടെ കൂട്ട് എന്താണെന്നുള്ളത് അറിയുള്ളൂ. ദെൻ വേറെ കുറെ എക്സാമ്പിൾസ് ഉണ്ട്. എക്സ്പെഷ്യലി ഇത് കൂടുതലും വരുന്നത് കെമിക്കൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്നോവേഷൻസിന് മാത്രമാണ്. അല്ലെങ്കിൽ നമ്മൾ ഡെറ്റോളിന്റെ ആ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കൂട്ട് എങ്ങനെയാണെന്നുള്ളത് വേറെ ആർക്കും അറിയില്ല. അത് ഉണ്ടാക്കിയ ആ കമ്പനീസിന്റെ ഇത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഉജാലയുടെ ആ ഒരു കോമ്പിനേഷൻ അതെങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് ആ ഒരു കമ്പനിയിലുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ. സോ ആ ടൈപ്പ് ഓഫ് സിസ്റ്റത്തിനാണ് നമ്മൾ ട്രേഡ് സീക്രട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യവും ട്രേഡ് സീക്രട്ട് ആക്കി വെച്ചാൽ പോരെ, എന്തിനാ നമ്മൾ പേറ്റന്റ് അല്ലെങ്കിൽ ഇതേപോലെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ള ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിവൺ? ഹലോ, നമ്മൾ ഒരു കാര്യം ഇതേപോലെ കോപ്പിറൈറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ
ഇത് ചെയ്യേണ്ട. എല്ലാം ഇതേപോലെ ട്രേഡ് സീക്രട്ട് ആക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ വേറെ ആരും, കാരണം ബാക്കി എല്ലാത്തിനും ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ അത് എക്സ്പയർ ആയി പോകും. സപ്പോസ് ഇപ്പോൾ പേറ്റന്റ് ആണെങ്കിൽ മാക്സിമം 20 ഇയർ വരെയാണ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല കോപ്പിറൈറ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അറിയാം ഓതറിന്റെ ലൈഫ് ടൈം പ്ലസ് 60 ഇയേഴ്സ് വരെയാണ് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈവൻ GI ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഡിസൈൻ രജിസ്റ്റർ ആണെങ്കിൽ മാക്സിമം 10 + 5 15 കൊല്ലത്തേക്കാണ് നമുക്ക് മാക്സിമം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ വൈ വി ഗോ ഫോർ ഓൾ ദിസ് ഫോം? എല്ലാവർക്കും അത് ട്രേഡ് സീക്രട്ട് ആക്കി വെച്ചാൽ പോരെ? എനി ഐഡിയ? എനിവൺ പ്ലീസ് ഒന്ന് റെസ്പോണ്ടെങ്കിലും ചെയ്യാമോ? ഹലോ, ഹലോ, ആരുമില്ല. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല, സമയം പോകുന്നു. ശരിക്കും നമ്മൾ കോപ്പിറൈറ്റ് അല്ലെങ്കിൽ ട്രേഡ് സീക്രട്ട് എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകാനുള്ള റീസൺ, റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യാൻ പറ്റാത്ത എല്ലാ സാധനവും നമുക്ക് ട്രേഡ് സീക്രട്ട് ആക്കി വെക്കാം. സപ്പോസ് ഞാൻ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ കൊക്കക്കോള നമ്മൾ എടുത്ത് അതിൻ്റെ നമ്മളതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊക്കെ എന്തൊക്കെ കോമ്പിനേഷനാണ് യൂസ് ചെയ്തത് എന്നുള്ളതിൻ്റെ റേഷ്യോ നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ബിക്കോസ് അതിൻ്റെ അകത്ത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, അതിന് പകരം ഞാനൊരു ഫാൻ കണ്ടുപിടിച്ചു, നമ്മൾ യൂസ് ചെയ്യുന്ന സീലിംഗ് ഫാൻ കണ്ടുപിടിച്ചു, ശരിയല്ലേ? അത് ആ സീലിംഗ് ഫാൻ ഞാൻ പേറ്റന്റ് ചെയ്തില്ല എങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഞാനൊരു കമ്പനി മുതലാളിയാണ്, ഞാനൊരു ഫാൻ അതേപോലെ തന്നെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അതിനെ ഡിസസംബിൾ ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഓരോ പാർട്സും വീണ്ടും റീഡിസൈൻ ചെയ്തിട്ട് വീണ്ടും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് വിൽക്കാൻ പറ്റും, ശരിയല്ലേ? അത് പക്ഷേ ഈ ഡെറ്റോൾ അല്ലെങ്കിൽ ഉജാലയോ അങ്ങനെയുള്ള ഒരു കെമിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഫുഡുമായിട്ടുള്ള സംഭവങ്ങളും നമുക്കൊരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ചെയ്യുന്ന അതിൻ്റെ ഫസ്റ്റ് പോർഷനിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതലും ട്രേഡ് സീക്രട്ട് ആയിട്ട് വെക്കാറേ ഉള്ളൂ. ബിക്കോസ് പേറ്റന്റ് ചെയ്താലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അതിൻ്റെ പ്രൊട്ടക്ഷൻ പീരീഡ് എന്നുള്ള മാക്സിമം 20 ഇയേഴ്സ് ആണ്, അല്ലേ? ആ 20 ഇയേഴ്സിന് ശേഷം ആർക്കും അത് ഉണ്ടാക്കാനുള്ള അധികാരമുണ്ട്. സപ്പോസ് ഇപ്പോൾ കൊക്കക്കോള അവരുടെ ആ ഒരു പ്രൊഡക്റ്റ് പേറ്റന്റ് ചെയ്തിരുന്നുവെങ്കിൽ ആഫ്റ്റർ 20 ഇയേഴ്സ്, ഇപ്പോൾ എനിക്ക് 1990s കൊക്കക്കോളയുടെ ഇത് കൂടുതലും കണ്ടിട്ടുള്ളതെന്ന് തോന്നുന്നു. ആഫ്റ്റർ 20 ഇയേഴ്സ് എനിവൺ ക്യാൻ പ്രൊഡ്യൂസ് കൊക്കക്കോള എന്നുള്ള ലെവലിലേക്ക് പോകും. അതുകൊണ്ടാണ് പലപ്പോഴും പലരും അത് ട്രേഡ് സീക്രട്ട് ആക്കി വെച്ചുകൊണ്ടിരിക്കാനുള്ള റീസൺ, പേറ്റന്റിലേക്ക് പോകാതെ ട്രേഡ് സീക്രട്ടിലേക്ക് പോകാനുള്ള റീസൺ. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് എ പേറ്റന്റ്. ഈ IPRന്റെ അകത്ത് ഏറ്റവും എന്താ പറയുന്നത് പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് പേറ്റന്റ് എന്ന് പറയുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു, നമ്മൾ യൂസ് ചെയ്യുന്ന ആ LED ക്രിക്കറ്റ് സ്റ്റംപ് എന്നുള്ളത്, ശരിയല്ലേ? അത് അദ്ദേഹമാണ് അതിൻ്റെ പേറ്റന്റ് അദ്ദേഹത്തിനുള്ളത്, അദ്ദേഹത്തിന് മാത്രമേ അത് വിൽക്കാനുള്ള അധികാരമുള്ളൂ. സോ ആ ഒരു ടൈപ്പ് സിസ്റ്റത്തിനാണ് പേറ്റന്റ് എന്ന് പറയുന്നത്. ഈ IPRന്റെ അകത്ത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളതും പേറ്റന്റ് ആണ്. നിങ്ങൾ പലരും പേറ്റന്റ് അല്ലെങ്കിൽ പേറ്റന്റ് എന്നുള്ള വേർഡെങ്കിലും കേട്ടിട്ടുണ്ടാവും, അല്ലേ? സോ നോർമലി ഒരു പേറ്റന്റ് നമുക്ക് അവൈലബിൾ ആണ് എങ്കിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇറ്റ് ഷുഡ് ബി എ നോവൽ ഐഡിയ ആയിരിക്കണം. നോവൽ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരും അത് വേറെ മുമ്പ് കണ്ടുപിടിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തിട്ടില്ലാത്ത ഒരു ഐഡിയ ആയിരിക്കണം. ദെൻ ഇറ്റ് ഷുഡ് ഹാവ് എ സം ഇൻവെന്ററി സിസ്റ്റം. ദാറ്റ് മീൻസ് ഇറ്റ് ഷുഡ് ഹാവ് സം ഇൻവെന്ററി സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി വി ഹാവ് സം ലോജിക്കൽ ആയിട്ടുള്ള തിങ്കിങ് പ്രോസസ് അതിൻ്റെ അത് ഉണ്ടായിരിക്കണം. തേർഡ് തിങ് ഈസ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി എ യൂസ്ഫുൾ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആയിരിക്കണം. ഇത് മൂന്നുമാണ് പേറ്റന്റ് കിട്ടാനുള്ള ക്രൈറ്റീരിയാസ്. ഓക്കെ, ഞാൻ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫസ്റ്റ് വൺ എന്നുള്ളത് നോവൽറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് എവിടെയും ആ ഒരു സിസ്റ്റത്തെക്കുറിച്ച് എവിടെയും പബ്ലിഷ് ചെയ്യരുത് എന്നുള്ളതാണ്. അതിന് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു കർഷകനായിട്ടുള്ള ഒരു ചേട്ടൻ ഒരു മെഷീൻ കണ്ടുപിടിച്ചെന്ന് വിചാരിക്കുക. കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ആദ്യം ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓടിപ്പോയി അത് പത്രത്തിൽ പോയി ഒരു കോട്ടയത്ത്, ഇപ്പോൾ നമ്മുടെ ഇവിടെ ആണെങ്കിൽ കോട്ടയം ചെല്ലും, കോട്ടയത്ത് പ്രസ് ക്ലബ്ബിൽ ചെന്ന് കഴിഞ്ഞ് അവരൊരു പത്രവാർത്ത വിളിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തെ പത്രത്തിനകത്ത് ഫുള്ള് ആ ഒരു ന്യൂസിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു കണ്ടുപിടുത്തത്തെക്കുറിച്ച് ന്യൂസ് ഉണ്ടാവും. ഓക്കെ, സോ അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അങ്ങനെ ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ നോവൽറ്റി അവസാനിക്കും. അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ നോവൽ പോയി, അല്ലെങ്കിൽ നോവൽറ്റി പോയി എന്നുള്ളതാണ്.
സോ അങ്ങനെ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മളൊരു കണ്ടുപിടുത്തം കണ്ടുപിടിച്ചുവെങ്കിൽ ആദ്യം തന്നെ പോയി അത് പത്രത്തിലോ വേറെ എവിടെയും പബ്ലിഷ് ചെയ്യരുത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പേറ്റന്റ് അപ്ലൈ ചെയ്യുക. പേറ്റന്റ് അപ്ലൈ ചെയ്തതിന് ശേഷമേ അത് എവിടെയെങ്കിലും പബ്ലിഷ് ചെയ്യാൻ പാടുള്ളൂ. പലപ്പോഴും ഈവൻ ഫാമേഴ്സ് മാത്രമല്ല, സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും, ഇപ്പം ഞങ്ങളുടെ കോളേജിലെ സ്റ്റുഡൻസ് ആണെങ്കിലും അവർക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അവർ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ അവർ ഏതെങ്കിലും ജേണൽസ് എന്നൊക്കെ പറയും, നിങ്ങൾക്ക് ആർട്ടിക്കിൾസ് ഒക്കെ അറിയാൻ തോന്നുന്നു. സോ അങ്ങനെയുള്ള ഏതെങ്കിലും ജേണലിലോ അല്ലെങ്കിൽ ആർട്ടിക്കിൾസിൻ്റെ അകത്തോ അവരത് പബ്ലിഷ് ചെയ്യും. പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും അത് പാറ്റന്റിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് ആദ്യം പാറ്റന്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നവർ നമ്മൾ ഇത് എവിടെ നമ്മൾ ഒരു കണ്ടുപിടുത്തം കണ്ടുപിടിച്ചതിന് ശേഷം എവിടെ അത് പോയി പബ്ലിസിറ്റി കൊടുക്കരുത്. പബ്ലിസിറ്റി കൊടുക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് യു ഹാവ് ടു അപ്ലൈ ഫോർ പേറ്റന്റ്, ദെൻ ഓൺലി യു ഹാവ് ടു പബ്ലിഷ് എനിവർ. ഓക്കെ, ദെൻ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് കുറേ ഇൻവെൻറ്റീവ് സ്റ്റെപ്സുകൾ ആവശ്യമാണ് എന്ന് ഞാൻ പറഞ്ഞു. ശരിയല്ല? അത് അതിൻ്റെ അകത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പേറ്റന്റ് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. സപ്പോസ് ഇപ്പോൾ നമ്മളുടെ നിങ്ങൾ ആരെങ്കിലും പെർപ്പച്വൽ മോഷൻ മെഷീനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സ്കൂളിലൊക്കെ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഒന്നും കൊടുക്കാതെ തന്നെ ഔട്ട്പുട്ട് കിട്ടുന്ന കുറേ മെഷീൻസ് നിങ്ങൾ ആരെങ്കിലും അതിനെക്കുറിച്ച് കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയമാണെങ്കിൽ നല്ലൊരു ടോപ്പിക്കാണ്. പെർപ്പച്വൽ മോഷൻ മെഷീൻസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇൻപുട്ടും കൊടുക്കാതെ തന്നെ ഔട്ട്പുട്ട്. നിങ്ങൾ ചുമ്മാ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ പലരും ഈ ഫ്ലോപ്പ് ആയിട്ടുള്ള കുറേ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും. നമ്മൾ വേറെ ബാറ്ററി എനർജി ഒന്നും കൊടുക്കണ്ട, അല്ലാതെ തന്നെ ലൈറ്റ് കത്തി നിൽക്കുന്ന കുറേ, അങ്ങനെയുള്ള ഒരു കണ്ടുപിടുത്തത്തിനും പേറ്റന്റ് കിട്ടില്ല. അല്ലെങ്കിൽ യൂണിവേഴ്സൽ ആയിട്ടുള്ള എന്തെങ്കിലും ലോയ്ക്ക് എതിരായിട്ടുള്ള ഒരു സാധനം, ഫോർ എക്സാമ്പിൾ നമുക്ക് ഐസക് ന്യൂട്ടൺ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിച്ചു. ഇപ്പോൾ ആന്റി ഗ്രാവിറ്റി ആയിട്ടുള്ള നിങ്ങളൊരു കണ്ടുപിടുത്തം കണ്ടുപിടിച്ചെന്ന് വിചാരിക്കുക. ആന്റി ഗ്രാവിറ്റി എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ കമ്പോണന്റിന് ഗ്രാവിറ്റി അഫക്റ്റ് ചെയ്യില്ല എന്നുള്ള രീതിയിൽ നിങ്ങളൊരു കണ്ടുപിടുത്തം കണ്ടുപിടിച്ചെന്ന് വിചാരിക്കുക. ഇറ്റ്സ് എഗനിസ്റ്റ് ദ നാച്ചുറൽ ലോ, അല്ലേ? ആ നാച്ചുറൽ ലോയിന് എഗനിസ്റ്റ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾക്കൊന്നും പാറ്റന്റ് കിട്ടില്ല. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ഹ്യൂമൻസിന് ബുദ്ധിമുട്ട് വരുന്ന ഒരു കണ്ടുപിടുത്തങ്ങൾ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു AK-47 അല്ല AK-47 അല്ല ഒരു തോക്ക് കണ്ടുപിടിച്ചു. അത് നിങ്ങളുടേതായ ഒരു കണ്ടുപിടുത്തമാണ്. ഒരിക്കലും നിങ്ങൾക്ക് ആ കണ്ടുപിടുത്തത്തിന്, അല്ലെങ്കിൽ നിങ്ങളൊരു ബോംബ് കണ്ടുപിടിച്ചു, ഒരു ആറ്റം ബോംബ് കണ്ടുപിടിച്ചു, ആ ആറ്റം ബോംബിന് ആരും നിങ്ങൾക്ക് പാറ്റന്റ് തരില്ല. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള, ഞാൻ പറയാം, മെഷീൻ ഗൺ, ഒരു പ്രത്യേകതരം മെഷീൻ ഗൺ നിങ്ങൾ കണ്ടുപിടിച്ചു. അത് ശരിക്കും നിങ്ങൾ ഹ്യൂമന് ബുദ്ധിമുട്ടുണ്ടാകാവുന്ന രീതിയിലല്ല ഉണ്ടാക്കിയത്, നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. എങ്കിൽ പോലും നിങ്ങൾക്ക് അതിന്റെ പാറ്റന്റ് കിട്ടില്ല. ഇഫ് യു ആർ അപ്ലൈങ് ഫോർ എ പാറ്റന്റ്, ഇറ്റ്സ് ഡയറക്ട്ലി ഗോ ടു DRDO. നമ്മുടെ ഇന്ത്യൻ ഡിഫൻസിലേക്ക് പോകും. ഡിഫൻസിലേക്ക് പോയി നിങ്ങളുടെ ആ ഡിസൈൻ പക്ക ആണ് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടെക്നോളജി അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും അതിന്റെ പാറ്റന്റ് കിട്ടില്ല. സോ അങ്ങനെയുള്ള കാര്യത്തിനൊന്നും ഒരിക്കലും പാറ്റന്റ് കിട്ടില്ല. ദെൻ ഫോർത്ത് തിങ് ഈസ് ദാറ്റ് ഇഫ് ദർ ഇസ് എനി അഗ്രികൾച്ചർ മെത്തേഡ്സ്. ഇപ്പം ഞാൻ പറയാം, നിങ്ങളൊരു എന്താ പറയുന്നത്, വാഴ നട്ടു. അപ്പോൾ നിങ്ങൾ വാഴ നട്ട രീതിയിൽ വാഴ നടുവാണ് എങ്കിൽ നോർമലി 10 കിലോയാണ് കിട്ടുന്നത് ഒരു കൊലയ്ക്ക്. പക്ഷെ നിങ്ങളെ പർട്ടിക്കുലർ രീതിയിൽ നിങ്ങൾ വാഴ നട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 15 കിലോ അല്ലെങ്കിൽ 20 കിലോ കൊല കിട്ടും. അതൊരു അഗ്രികൾച്ചർ മെത്തേഡാണ്, അല്ലേ? നിങ്ങളുടേതായ രീതിയിലുള്ള മെത്തേഡാണ്. അങ്ങനെയുള്ള മെത്തേഡുകൾക്കൊന്നും പേറ്റന്റ് ഒരിക്കലും കിട്ടില്ല. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു, മെഡിക്കൽ അല്ലെങ്കിൽ സർജിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡുകൾ, നമ്മൾ ഈ നാട്യവൈദ്യം എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്, അല്ലേ? അങ്ങനെയുള്ള സാധനത്തിനൊന്നും പേറ്റന്റ് കിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഗാർഡനിങ് താല്പര്യമുള്ള ആളാണ്, നിങ്ങളൊരു എന്താ പറയുക, ഗ്രാഫ്റ്റ് ചെയ്തൊരു പുതിയൊരു വെറൈറ്റി നിങ്ങൾ കണ്ടുപിടിച്ചെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള സാധനത്തിനൊന്നും ഒരിക്കലും പാറ്റന്റ് കിട്ടില്ല. സോ ദെൻ മാത്തമാറ്റിക്കൽ മോഡൽസ്, അങ്ങനെയുള്ള സംഭവത്തിനൊന്നും പാറ്റന്റ് കിട്ടില്ല. ലിറ്ററേച്ചർ വർക്കോ അല്ലെങ്കിൽ ഡ്രാമസ്റ്റിക്കൽ വർക്കിനൊന്നും പാറ്റന്റ് കിട്ടില്ല. അതൊക്കെ എന്താ കോപ്പിറൈറ്റിലേക്കാണ് പോകുന്നത്. ഓക്കെ, സോ ദിസ് ആർ ദ സം ഓഫ് ദ നോൺ പാറ്റന്റബിൾ ഇൻവെൻഷൻസ്. ഓക്കെ, ഇറ്റ്സ് ഓൾമോസ്റ്റ് 4. ഐ തിങ്ക് ഞാനൊന്ന് ഓടിച്ചാണ് പറഞ്ഞു വിട്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. Okay, it's almost 3:56. We have 4 more minutes. Okay, if you have any doubt, you can ask regarding this IPR. Hello.